ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. പിള്ള ഇനി നാളെ മുതൽ വരണ്ട. അയ്യോ, വരണ്ടെന്നോ? അതെന്താ സത്യമേ അങ്ങനെ പറയുന്നത്? ഞാൻ പിന്നെ എവിടെ പോവും? പിള്ളേ, പിള്ളേ, പറഞ്ഞതെല്ലാം കിട്ടിയില്ലേ? കിട്ടി സത്യമേ. പൊന്നി, പൊന്നി, എന്താ സത്യമേ? ഒന്നിങ്ങ് വന്നേ. എന്താ സത്യമേ? ദേ, ഇതൊക്കെ ഒന്ന് അകത്തേക്ക് കൊണ്ടുവച്ചേ. ദേ, ഇതൊക്കെ പച്ചക്കറികളാ. ഈ ബിഗ് ഷോപ്പറിൽ വീട്ടു സാധനങ്ങളും കർപ്പൂരവും ചന്ദനത്തിരിയും ഒക്കെ ഇതിനകത്താ വച്ചേക്കുന്നേ. ഇനി എടുക്കുമ്പോ കണ്ടില്ലെന്ന് പറയരുത്. കർപ്പൂരവും ചന്ദനത്തിരിയും തീപ്പെട്ടിയും എല്ലാം പൂജാമുറിയിലേക്ക് കൊണ്ടുവച്ചേക്ക്. അത് അവിടത്തേക്ക് വേണ്ടി മാത്രം വാങ്ങിച്ചതാ. ഇനി എത്ര നാള് അവിടെ അത് കത്തിക്കാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. ഇവിടെ ഉള്ളതുവരെ ഒന്നിനൊരു മുടക്കം വരുത്തണ്ട. ആ ഒരു പുണ്യെങ്കിലും ഉണ്ടാവട്ടെ. ചെല്ല്. ഇതാ സത്യമേ, പലചരക്കിടയിലും പച്ചക്കറിക്കിടയിലും കയറിയതിന്റെ ബാക്കിയാ. അതെത്രയുണ്ടെങ്കിലും കൈ തന്നെ ഇരിക്കട്ടെ. ഇതിപ്പോ അത്യാവശ്യം കുറച്ചു ദിവസം ഓടാനുള്ള സാധനങ്ങളില്ലേ? ഇനി കുറച്ചു ദിവസം ഒന്നും മേടിക്കേണ്ടി വരത്തില്ലല്ലോ? ഇല്ല, ഒരു 2 ആഴ്ചത്തേക്കുള്ള സാധനങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളത് നോക്കിയാൽ മതി. പിള്ളയൊന്ന് അകത്തേക്ക് വാ. വാ. എന്തിനാ സാറേ സത്യാമ്മ എന്നെ വിളിച്ചത്? അതെനിക്കെങ്ങനെ അറിയാടോ? പിള്ളേ, എന്നാ പിന്നെ അതിന്റെ കൂടെ ഇതും വെച്ചോ. ഇതെന്തിനാ സത്യാമ്മേ? വേറെ എന്തെങ്കിലും വാങ്ങിക്കാനാണോ? അത് പിള്ളയ്ക്കായിട്ട് ഞാൻ തന്നതാ. ഇതുവരെ ഇവിടെ ഇങ്ങനെ ജോലി ചെയ്യുന്നതല്ലാതെ ഒന്നും കണക്ക് പറഞ്ഞു വാങ്ങിക്കോ കണക്ക് പറഞ്ഞ് ഞാൻ തരികയോ ചെയ്തിട്ടില്ല. വർഷങ്ങളായി ഞാൻ എന്തു തരുന്നോ അതും വാങ്ങി മിണ്ടാതെ പോകുന്ന രമണൻ പിള്ളയെ മാത്രമേ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ളൂ. ഇതിപ്പോ ഇതുവരെ ഇവിടെ നിന്നതിന്റെ ശമ്പളമായിട്ടൊന്നും കരുതണ്ട. ഇത്രയും നാളത്തെ സേവനത്തിന് ഇതൊന്നും മതിയാവില്ലെന്നും എനിക്കറിയാം. എങ്കിലും നാളെ ചിലപ്പോ എനിക്കെന്റെ ബുദ്ധിമുട്ടുകൊണ്ട് ഒന്നും തരാൻ പറ്റിയൊന്നും വരില്ല. അതുകൊണ്ടാ ഇതിപ്പോ തരുന്നത്. പിള്ള ഇനി നാളെ മുതൽ വരണ്ട. അയ്യോ, വരണ്ടെന്നോ? അതെന്താ സത്യമേ അങ്ങനെ പറയുന്നത്? ഞാൻ പിന്നെ എവിടെ പോവും? പിള്ളയ്ക്ക് അറിയാലോ, ഇതിപ്പോ മുങ്ങാൻ നിൽക്കുന്ന ഒരു കപ്പലാണ്. ഓരോരുത്തരെ രക്ഷപ്പെടുത്തി പറഞ്ഞയക്കുന്ന ഒരു കപ്പിത്താന്റെ കടമ മാത്രമേ ഞാൻ ഇവിടെ ഇപ്പൊ ചെയ്യുന്നുള്ളൂ. ഇനി അങ്ങോട്ടുള്ള പോക്കിൽ ഏത് രീതിയിലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നെന്നും എനിക്കറിയില്ല. അതുകൊണ്ടാ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഇനിയുള്ള കാലം മക്കളോടും ഭാര്യയോടും ഒപ്പം സന്തോഷമായിട്ട് സ്വന്തം വീട്ടിൽ പിള്ള ചെന്ന് കഴിയേ. ഇന്നോ നാളെയോ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഈ വീട്ടിൽ
ഇനിയും ഇങ്ങനെ നിന്നിട്ട് എന്താ കാര്യം? മറ്റെവിടെയെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കുന്നത് വരെ കാര്യങ്ങൾ നടക്കണ്ടേ? അതിനാ ഈ പണം. രാഘവ് സാറേ, സത്യാമ്മ പറയുന്നത് കേട്ടോ? എന്നോട് എന്റെ കുടുംബത്തിൽ പോയി നിൽക്കാൻ. എനിക്ക് ഈ കുടുംബത്തെ കഴിഞ്ഞേ വേറെ ഉള്ളൂന്ന് സാറിനറിയില്ലേ സാറേ? പറഞ്ഞു കൊടുക്ക് സാറേ. സാറിന്റെ ഒരു കൈ സഹായത്തിനാണ് ഞാനിവിടെ ജോലിക്കായി വന്നത്. ആ സഹായം എന്റെ മരണം വരെ ഞാൻ ചെയ്യും. അതിന് പ്രതിഫലവും ഭക്ഷണവും ഒന്നും വേണ്ട, എങ്കിലും ഞാൻ ചെയ്യും. കാരണം അതൊന്നും ആഗ്രഹിച്ചിട്ടല്ല ഞാനിവിടെ നിന്നിട്ടുള്ളതും നിഴല് പോലെ നടന്നിട്ടുള്ളതും. അതുകൊണ്ട് ഈ പണം ഇവിടെ തന്നെ ഇരിക്കട്ടെ. സത്യാമ്മേ, പിന്നെ സത്യാമ്മ എന്റെ കുടുംബത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ഈ വീടും വീട്ടുകാരും ഉള്ളത് കൊണ്ട് മാത്രമാ എനിക്ക് ആ കുടുംബവും കുടുംബത്തിലുള്ളവരും എല്ലാം ഉണ്ടായത്. അവര് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചു തുടങ്ങിയത്, നല്ല വസ്ത്രങ്ങൾ ഇട്ടത്, അവിടെ വരുന്ന ഓരോ കാര്യങ്ങളും അന്തസ്സായിട്ട് നിന്ന് ചെയ്യാൻ പറ്റിയത്, എന്റെ പെമ്മക്കളുടെ വിവാഹം നടത്തിയത് എല്ലാം ഈ വീടും വീട്ടുകാരും ഉള്ളതുകൊണ്ട് മാത്രമാ. സത്യാമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയത് കൊണ്ട് മാത്രമാ എന്റെ എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരിടത്തേക്കും പോവില്ല. ദയവ് ചെയ്ത് പോകാൻ പറയരുത്. രാഘവൻ സാറേ, സാർ എന്നോട് പോകാൻ പറഞ്ഞേക്കല്ലേ. പോകാൻ പറഞ്ഞാൽ ഈ രമണൻ പിള്ള തകർന്നു പോകും. അല്ല, പോകാൻ പറഞ്ഞാൽ തന്നെ ഞാൻ എവിടേക്ക് പോകാനാ? നിങ്ങൾ എവിടെ പോകുന്നു അവിടെ ഞാനും വരും. അല്ലാതെ എനിക്ക് മാത്രം രക്ഷപ്പെടാനുള്ളൊരു വഴി അത് ഒരിക്കലും ഞാൻ തിരഞ്ഞെടുക്കില്ല. ഈ വീട് വച്ച സമയം മുതൽ ഞാനിവിടെ നിൽക്കുന്നതാ. ഇനി എന്നെ ഭാരമായിട്ട് തോന്നുന്നെങ്കിൽ സാറ് നേരെ ചെവൊന്ന് നടന്നു തുടങ്ങിക്കോട്ടെ, ആളൊന്ന് ഓടി തുടങ്ങട്ടെ, എന്നിട്ട് ഞാൻ പൊയ്ക്കോളാം. മതിയോടോ, താനിവിടെ നിങ്ങൾക്കെ പറഞ്ഞാലേ എന്റെ ചങ്ക് പൊട്ടി പോടോ. എടോ, താൻ പോവണ്ട. താനെന്നല്ല, ഈ വീട്ടിലെ ആരും ഒരിടത്തേക്കും പോവണ്ട.